ഈ വീഡിയോയിൽ കൂടി ഞാൻ പറയാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് പാരമ്പര്യമായി കിട്ടിയ പ്രോപ്പർട്ടി വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെ കണക്കാക്കാം എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ സംശയം മനസ്സിലുണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് പാരമ്പര്യമായി കിട്ടുന്ന സ്വത്തിനെ കുറിച്ചും ഇൻകം ടാക്സിനെ കുറിച്ചും നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ ഇൻകം ടാക്സ് കൊടുക്കേണ്ടതുണ്ടോ? എപ്പോഴാണ് ഇൻകം ടാക്സ് കൊടുക്കേണ്ടത്? അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന ചില ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരുവാൻ സാധ്യതയുണ്ട്. ആദ്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങൾക്ക് പരമ്പരാഗതമായ ഒരു പ്രോപ്പർട്ടി ലഭിക്കുകയാണെങ്കിൽ അതിന് ഇൻകം ടാക്സ് കൊടുക്കേണ്ടതില്ല എന്നതാണ്. നിങ്ങൾ ഈ സ്വത്ത് വിൽക്കുമ്പോൾ മാത്രമാണ് ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരുന്നത്. ഉദാഹരണമായി, നിങ്ങളുടെ അച്ഛൻ മരണപ്പെടുമ്പോൾ നിങ്ങൾക്ക് പാരമ്പര്യമായി ഒരു പ്രോപ്പർട്ടി ലഭിച്ചു എന്ന് കരുതുക. ഇത് നിങ്ങൾക്ക് 2018 ലഭിച്ചു എന്നും കരുതുക. നിങ്ങൾ ഇൻകം ടാക്സ് നൽകേണ്ടതില്ല. എന്നാൽ നിങ്ങൾ ഈ പ്രോപ്പർട്ടി 2019 വിൽക്കുന്നു എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ ഇൻകം ടാക്സ് നൽകേണ്ടതായി വരുന്നു. ഈ വിൽപ്പനയിലൂടെ നിങ്ങൾക്ക് ലഭിച്ച ലാഭത്തിനാണ് ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരുന്നത്. ഈ ലാഭത്തിന് നിങ്ങൾ ഇൻകം ടാക്സ് ഭാഷയിൽ ക്യാപിറ്റൽ ഗെയിൻ എന്ന് വിളിക്കുന്നു. എങ്ങനെയാണ് പാരമ്പര്യമായ ലഭിച്ച പ്രോപ്പർട്ടിയുടെ ക്യാപിറ്റൽ ഗെയിൻ കണക്കാക്കുന്നത് എന്ന് നോക്കാം. ആദ്യമായി ഈ പ്രോപ്പർട്ടിയുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. പക്ഷേ നിങ്ങൾക്ക് പാരമ്പര്യമായി ലഭിച്ചതായതിനാൽ നിങ്ങളുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 0 കാണാം. എന്നാൽ ഇൻകം ടാക്സ് നിയമം അനുസരിച്ച് നിങ്ങളുടെ അച്ഛന് വന്ന കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണ് നിങ്ങളുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയി കണക്കാക്കപ്പെടുന്നത്. ഉദാഹരണമായിട്ട് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് വളരെ പഴയ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛൻ്റെ മരണശേഷം ലഭിക്കുകയും അത് വിൽക്കുമ്പോൾ ക്യാപിറ്റൽ ഗെയിൻ കണക്കാക്കുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണ്. ആദ്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങളുടെ അച്ഛന് ഈ പ്രോപ്പർട്ടി എന്നാണ് ലഭിച്ചത്. 1 മുന്നിലാണോ അതോ 1/4/2001 ശേഷമാണോ എന്നതാണ് മുഖ്യമായി അറിഞ്ഞിരിക്കേണ്ടത്. 1/4/2001 മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛന് ലഭിച്ചതാണെങ്കിൽ നിങ്ങൾ ഈ പ്രോപ്പർട്ടി വിൽക്കുമ്പോൾ എങ്ങനെ ക്യാപിറ്റൽ ഗെയിൻ കണക്കാക്കാം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ കൂടി ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഇൻകം ടാക്സ് നിയമം അനുസരിച്ച് 1/4/2001 മുമ്പാണ് നിങ്ങളുടെ അച്ഛന് ഈ പ്രോപ്പർട്ടി ലഭിച്ചതെങ്കിൽ 1/4/2001 ഫെയർ വാല്യൂ കണക്കാക്കേണ്ടതുണ്ട്. ഒരു ഉദാഹരണ സഹിതം ഞാൻ ഇത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് 2018 ഒരു പ്രോപ്പർട്ടി പാരമ്പര്യമായി ലഭിച്ചു എന്ന് കരുതുക. അത് നിങ്ങൾ 2019 വിൽക്കുന്നു. എന്നാൽ ഈ പ്രോപ്പർട്ടി നിങ്ങളുടെ പിതാവ് 1990 10,000 ഉറുപ്പികയ്ക്ക് വാങ്ങിയതാണെന്ന് കരുതുക. 1/4/2001 ഈ പ്രോപ്പർട്ടിയുടെ ഫെയർ മാർക്കറ്റ് വാല്യൂ 60,000 ഉറുപ്പികയാണ്. ഈ സാഹചര്യത്തിൽ ഇൻകം ടാക്സ് നിയമം അനുസരിച്ച് നിങ്ങളുടെ പിതാവിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 10,000 ഉറുപ്പികയാണെങ്കിലും ഇൻകം ടാക്സ് നിയമം അനുസരിച്ച് 1/4/2001 ഫെയർ മാർക്കറ്റ് വാല്യൂ ആയ 60,000 ഉറുപ്പിക കോസ്റ്റ് ഓഫ് അക്വിസിഷനായി എടുക്കാവുന്നതാണ്. ഈ 60,000 ഉറുപ്പിക കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയി കരുതി നിങ്ങൾക്ക് ഇൻഡെക്സ് ചെയ്യാവുന്നതാണ്. 2001 കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് 100 ആയി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നിജപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഈ പ്രോപ്പർട്ടി വിൽക്കുന്നത് 2019 ആയതിനാൽ 2019 ഇൻഡെക്സ് 280 ആയതിനാലും 289 ആയതിനാലും ക്യാപിറ്റൽ ഗെയിൻ കണക്കാക്കുന്നതിന് 60,000 ഉറുപ്പികയെ 100 കൊണ്ട് ഹരിച്ച് 289 ഗുണിച്ചാൽ കിട്ടുന്ന തുകയായിരിക്കും ക്യാപിറ്റൽ ഗെയിൻ. ഇനി ഈ വീഡിയോയുടെ പ്രധാന ഭാഗത്തേക്ക് ഞാൻ കിടക്കട്ടെ. എങ്ങനെയാണ് 1/4/2001 ഫെയർ മാർക്കറ്റ് വാല്യൂ കണക്കാക്കുക എന്നതാണ്. ഇത് അല്പം ബുദ്ധിമുട്ടുള്ള ഒരു പ്രക്രിയയാണ്. ഇത് കണ്ടുപിടിക്കാനുള്ള ചില വഴികൾ ഞാൻ ഇവിടെ പറയാം. ഒരു വഴി, നിങ്ങളുടെ പ്രോപ്പർട്ടി നിൽക്കുന്ന സ്ഥലത്തെ 2001 ഗവൺമെൻറ് റേറ്റ് അഥവാ സെലക്ട് റേറ്റ് കണ്ടെത്തുക എന്നതാണ്. സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നോ ഇത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ റേറ്റ് വെച്ച് ക്യാപിറ്റൽ ഗെയിൻ കണക്കാക്കാവുന്നതാണ്. എന്നാൽ കേരളത്തിൽ സർക്കിൾ റേറ്റ് അഥവാ ഗവൺമെൻറ് റേറ്റ് നിലവിൽ വന്നത് 2010 മാത്രമാണ്. ആയതിനാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ലഭ്യമല്ല. പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ഇൻകം ടാക്സ് രജിസ്റ്റേർഡ് പ്രോപ്പർട്ടി വാല്യൂവർ സമീപിക്കുക. 1/4/2001 ഫെയർ മാർക്കറ്റ് വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് അദ്ദേഹം നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഈ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് മുഖേന നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻ കണക്കാക്കാവുന്നതാണ്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ വാല്യൂവർ ഒരു ഇൻകം ടാക്സ് രജിസ്റ്റേർഡ് വാല്യൂവർ ആയിരിക്കേണ്ടതുണ്ട്. ഈ വാല്യൂവർ ഒരു നിശ്ചിത ഫീസ് ഇതിനായി ഈടാക്കുന്നതായിരിക്കും. ഈ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻകം ടാക്സ് അസസ്മെൻറ്റ് ഓഫീസർക്ക് സ്ക്രൂട്ടിനിക്കായി ആവശ്യപ്പെടുകയാണെങ്കിൽ സമർപ്പിക്കാവുന്നതാണ്. ഈ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് പാരമ്പര്യമായി കിട്ടിയ പ്രോപ്പർട്ടിയുടെ വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ക്യാപിറ്റൽ ഗെയിൻ കണക്കാക്കുന്ന വിധമാണ് ഞാൻ പ്രതിപാദിച്ചത്.